Hello, my dear students. CBSE 9th Physics ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മോഷൻ. മോഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മോഷൻ എന്ന് എല്ലാവരും അറിയണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പെൻസിൽ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇത് മോഷനാണോ, മൂവ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് റെസ്റ്റിലാണെന്ന് പറയാം. പക്ഷേ അതേ സമയത്ത് ഞാൻ ഇത് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പറയാം അത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ദാറ്റ് മീൻസ് മോഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അത് കാണുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതാണ് മോഷൻ എന്ന് പറയുന്നത്. മോഷൻ അതിൻ്റെ ഡെഫിനിഷൻ, ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദി ബോഡി ഓർ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് മോഷൻ. അപ്പോൾ മോഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് മോഷൻ എക്സാമ്പിളാക്കി പറയാം. മൂവിങ് കാർ മൂവ് ചെയ്യുന്നു, അതൊരു മോഷൻ എക്സാമ്പിളാണ്. കാർ എന്ന് പറയാൻ പറ്റില്ല, കാറ് മൂവിങ് ആണ്, അതങ്ങനെ തന്നെ പറയണം, മൂവിങ് കാർ. ആൻഡ് വൈബ്രേഷൻ ഓഫ് വോക്കൽ കോഡ്സ്, നമ്മുടെ ത്രോട്ടിൽ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് മോഷൻ എക്സാമ്പിളാണ്. ദെൻ റൊട്ടേഷൻ ഓഫ് എർത്ത്, അതേപോലെ റെവല്യൂഷൻ ഓഫ് എർത്ത്, സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ മോഷൻ എക്സാമ്പിളാണ്. ദെൻ മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ബോഡിക്ക് എപ്പോഴും രണ്ട് സ്റ്റേറ്റാണ് ഉണ്ടാവുക, അതായത് രണ്ട് അവസ്ഥകൾ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, പെൻസിൽ ഞാനിവിടെ വെക്കുന്നു, ഈ പെൻസിൽ റെസ്റ്റിലാണ്. ഇതാണ് ബോഡിയുടെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇനി എനിക്ക് വേണമെങ്കിൽ പെൻസിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. അത് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡ് സ്റ്റേറ്റ് അഥവാ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയും. ഒരു ബോഡിക്ക്, ഒരു ഒബ്ജക്റ്റിന് ഈ രണ്ട് സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മാത്രമാണ് ഉണ്ടാവുക. അതൊന്നുകിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കും. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേഷനറി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ റെസ്റ്റിൻ്റെ മറ്റ് മീനിങ്സാണ്. സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മളതിന് ഡൈനാമിക് എന്ന് പറയാറുണ്ട്. ഇനി മോഷൻ എന്ന് പറയുന്നത് റിലേറ്റീവാണ്. റിലേറ്റീവ് മീൻസ് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റോഡ് സൈഡിൽ ബസ് കാത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അതേ സമയത്ത് നമ്മുടെ റോഡിലൂടെ ഒരു ബസ് കടന്നു പോവുകയാണ്. ആ ബസ് ഫുൾ ഓഫ് പാസഞ്ചേഴ്സാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബസ് മോഷനിലാണ്, ബസ്സിലെ യാത്രക്കാരെല്ലാം മോഷനിലാണ്, അല്ലേ? ബട്ട് ആ ബസ്സിനകത്തുള്ള ഒരാളെ സങ്കല്പിച്ച് നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ബസ്സിനകത്തുനിന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മളൊരു സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരൻ, പാസഞ്ചർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റിലാണ്. അയാൾ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ബസ്സിലെ എല്ലാ യാത്രക്കാരും, ഡ്രൈവറും ബാക്കി എല്ലാവരും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എല്ലാവരും നമ്മളെ സംബന്ധിച്ച് റെസ്റ്റിലാണെന്ന് നമുക്ക് തോന്നും. ഫോർ എ പാസഞ്ചർ ഓൾ അതേഴ്സ് ആർ സ്റ്റേഷനറി. ആ ബസ്സിനകത്തുള്ളൊരു പാസഞ്ചറെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും റെസ്റ്റിലാണ്, സ്റ്റേഷനറിയാണ്. ബട്ട് ഇഫ് സമ്മൺ വാച്ചിങ് ദ ബസ് ഹു ഇസ് സ്റ്റാൻഡിങ് ഓൺ ദ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരാൾ ബസ് വാച്ച് ചെയ്യുമ്പോൾ ആ ബസ്സും ബസ്സിലെ യാത്രക്കാരെല്ലാം മോഷനിലാണ്. അപ്പോൾ അതാണ് മോഷൻ റിലേറ്റീവ് എന്ന് പറയുന്നത്. ഒരാൾക്ക് ഫീൽ ചെയ്യുന്നതാവില്ല മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്നത്. ഒരാൾക്കത് മോഷനാകുമ്പോൾ മറ്റൊരാൾക്കത് റെസ്റ്റിലായിരിക്കും. ദിസ് ഈസ് കോൾഡ് മോഷൻ റിലേറ്റീവാണ്. അതിനൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ഡിസ്കസ് ചെയ്യാം. അതിനാണ് നമ്മൾ മോഷൻ എലോങ് എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് മോഷൻ എലോങ് എ സ്ട്രേറ്റ് ലൈൻ. അത് വൺ ഡയമെൻഷനാണ്. ഇനി മോഷൻ എലോങ് എ പ്ലെയിൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു പേജ്, ആ ബോർഡിലൂടെയുള്ള മോഷൻ, അല്ലെങ്കിൽ ഒരു പേജിൽ ഒരു ചെറിയ ഒരു ഇൻസെക്റ്റ്, ഒരു പ്രാണി അതിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതൊരു സ്ട്രൈറ്റ് ലൈൻ ആവില്ല ഫോളോ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതൊരു മോഷൻ എലോങ് എ പ്ലെയിൻ ആണ്. അത് നമ്മൾ 2 ഡയമെൻഷൻ എന്നാണ് പറയാം. ഇപ്പോൾ വേറെ എക്സാമ്പിൾ, സ്പേസിൽ ഇപ്പോൾ ഒരു കൊതുക് പാറുന്ന സമയത്ത്, ഒരു മോസ്കിറ്റോ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സ്പേസിൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ല ഫോളോ ചെയ്യാം. അതൊരു ബോർഡിൽ മൂവ് ചെയ്യുന്ന പോലെ ഒരു പ്ലെയിൻ മോഷൻ അല്ല, അത് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് അത് ഫ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ സ്പേസിലെ മോഷനൊക്കെ ആണെങ്കിൽ നമ്മളിതിനെ 3 ഡയമെൻഷൻ എന്നാണ് പറയാം. അപ്പോൾ മോഷൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, അങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, ഈ ചാപ്റ്ററിൽ നമ്മൾ മോഷനെ വേണമെങ്കിൽ നമുക്ക് 2 ആക്കി ഡിവൈഡ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന മോഷൻ എലോങ് എ സ്ട്രേറ്റ് ലൈൻ മോഷനാണ് ഏറ്റവും ഫസ്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ദെൻ സർക്കുലർ മോഷൻ അവസാനത്തെ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പിക്കാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഈ മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ബോഡി സ്ട്രേറ്റ് ലൈൻ മൂവ് ചെയ്യുമ്പോൾ അയാൾക്ക് 2 ഡയറക്ഷനാണ് ഉണ്ടാവുക. മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറയാം, ടു ദി ഫോർവേഡ്. ഇനി പിറകോട്ട് നീങ്ങുന്ന സമയത്ത്, റിവേഴ്സിലേക്ക് നീങ്ങുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറയും.
സോ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ഇങ്ങനെ 2 ഡയറക്ഷനാണ് സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഉണ്ടാവുക. അതേസമയത്ത് സർക്കുലർ മോഷൻ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവില്ല. അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻസ്റ്റൻറ്റിലും ഓരോ സെക്കൻഡിലും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ബേസിക് ഐഡിയ ആണ്, ബേസിക് ഇൻഫർമേഷനാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഈ മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്ന് ഡിസ്റ്റൻസും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ പല വേർഡ്സിൽ നമ്മൾ പരിചയപ്പെടാറുണ്ട്. പാത്ത് ലെങ്ത് എന്ന് പറയാറുണ്ട്, പാത്ത് ടേക്കൺ എന്ന് പറയാറുണ്ട്. അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഷോർട്ട് കട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഡയറക്ഷൻ, സ്ട്രെയിറ്റ് ലൈനിലെ ഡയറക്ഷൻ മെൻഷൻ ചെയ്യുന്നതിന് മാത്രം ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഞാനിവിടെ ഒരു 4 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് 0 മീറ്റർ, ഇത് 10 മീറ്റർ, ഇത് 20 മീറ്റർ, ഇത് 30 മീറ്റർ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ പോയിൻ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ റെഫറൻസ് പോയിൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയാം. ഇതൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റിന് പറയുന്ന പേരുകളാണ്. ഫോർ എക്സാമ്പിൾ, ആൻ ഒബ്ജക്റ്റ് ട്രാവൽ ഫ്രം എ ടു സി. ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്തു. സോ അത് 10 മീറ്റർ മൂവ് ചെയ്തു, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ പറയുമ്പോൾ ഫ്രം എ ടു സി ഇങ്ങനെ പറയണം. അപ്പോൾ അത് മുന്നോട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഫോർവേഡ് ഡയറക്ഷൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഞാൻ മോഷൻ്റെ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാണ്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ആൻ ഒബ്ജക്റ്റ് ട്രാവൽഡ് ഫ്രം ബി ടു ഡി. ബിയിൽ നിന്ന് ഡിയിലേക്ക് ട്രാവൽ ചെയ്തു. ആ സമയത്ത് അത് 10 മീറ്ററാണ് ട്രാവൽ ചെയ്തത്. ഡയറക്ഷൻ എങ്ങനെയാണ്? ഫ്രം ബി ടു ഡി ആണ്, അല്ലേ? അപ്പോൾ അത് ഫോർവേഡ് അല്ല ബാക്ക്വേഡ് ഡയറക്ഷനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് 2 ഡയറക്ഷനാണ് വരിക, ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് ഡയറക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്റ്റൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദി ഒബ്ജക്റ്റ് എന്നാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അത് കവർ ചെയ്യുന്ന ടോട്ടൽ പാത്ത് ലെങ്ത്, അത് സഞ്ചരിച്ച അത്രയും ദൂരം, കംപ്ലീറ്റ് ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇതിൻ്റെ യൂണിറ്റ്, ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റൊക്കെ നമ്മൾ 8th 7th ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യൂണിറ്റ് പറയാം. മില്ലിമീറ്റർ പറയാം, സെൻറ്റിമീറ്റർ പറയാം, മീറ്റർ പറയാം, കിലോമീറ്റർ പറയാം, ലൈറ്റ് ഇയർ പറയാം. സ്റ്റാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ ലൈറ്റ് ഇയർ പറയാം. പ്ലാനറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ അസ്ട്രോണമിക്കൽ യൂണിറ്റ് പറയാം. ഈ യൂണിവേഴ്സിലെ തന്നെ ഡിസ്റ്റൻസിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ആയിട്ടുള്ള പാർ സെക്കൻഡ്, ഇതൊക്കെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റുകളാണ്. പക്ഷേ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയും, അല്ലേ? നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഒക്കെ താഴെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, SI യൂണിറ്റ്. അപ്പോൾ ഈ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ നമ്മൾ മറ്റെല്ലാ യൂണിറ്റുകളിൽ തന്നാലും അതിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ടുള്ള SI യൂണിറ്റ് ആയിട്ടുള്ള മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ. ഇനി നമ്മൾ ഡിസ്റ്റൻസ് പറയുന്ന സമയത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്പർ മാത്രം പറഞ്ഞാൽ മതി, നമ്പറും യൂണിറ്റും. ഡയറക്ഷൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ 10 മീറ്റർ എന്ന് പറയാം. അതിൻ്റെ കൂടെ അത് ഏത് ഡയറക്ഷനിലേക്ക് പോയി എന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. 20 കിലോമീറ്റർ എന്ന് പറയാം, അവിടെ ഡയറക്ഷൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡിസ്റ്റൻസ് അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്. മോഷൻ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് ആണല്ലോ ഇനീഷ്യൽ, അത് എൻഡ് ചെയ്യുന്ന പോയിൻ്റ്, സ്റ്റോപ്പ് ചെയ്യുന്ന പോയിൻ്റാണ് ഫൈനൽ പോയിൻ്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന് എന്തൊക്കെ യൂണിറ്റുകളുണ്ടോ അതൊക്കെ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും യൂണിറ്റ്. പക്ഷേ ഇതിന് മാഗ്നിറ്റ്യൂഡ് നമ്പർ മാത്രം പറഞ്ഞാൽ പോരാ, അതിനോട് കൂടെ ഡയറക്ഷനും കൂടെ റെപ്രസെൻ്റ് ചെയ്യണം. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകത. ഡയറക്ഷനും കൂടെ പറയണം. ഫോർ എക്സാമ്പിൾ നമുക്ക് 10 കിലോമീറ്റർ എന്ന് പറയാം, ബട്ട് അത് ഡിസ്റ്റൻസ് ആയി മാറും. പക്ഷേ അതിനോട് കൂടെ നമ്മൾ എന്ത് പറയണം? 10 കിലോമീറ്റർ ഫ്രം എ ടു ബി. അത് ഡയറക്ഷനാണ്. സോ അപ്പോൾ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആയി. ഇനി 30 മീറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, 30 മീറ്റർ എലോങ് സി എ എന്ന് പറയുന്ന ലൈനിലൂടെ 30 മീറ്റർ. സോ അവിടെ ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ 100 മീറ്റർ ടുവാർഡ്സ് നോർത്തിലേക്ക് 100 മീറ്റർ, അവിടെയും ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡയറക്ഷൻ മെൻഷൻ ചെയ്ത് കൂടെ നമ്പർ കൂടെ മാഗ്നിറ്റ്യൂഡ് കൂടെ പറയുകയാണെങ്കിൽ അത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ നോക്കാം.
ഒറിജിൻ. ഇത് നമ്മുടെ ഒരു ബോഡി ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു പാത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഫിഗറാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒറിജിൻ. CBA 3 പോയിൻറ്റുകൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. കിലോമീറ്ററിലാണ് ഈ ഡിസ്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് ഫ്രം O to C അല്ലേ, ബോഡി Oയിൽ നിന്ന് Cയിലേക്ക് പോയി. എത്രയാണ് ഡിസ്റ്റൻസ്? അപ്പോൾ ഇവിടെ ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് പാത്ത് എന്ന് പറയുന്നത് 25 മീറ്ററാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് എൻഡിങ് പോയിൻറ്റിലേക്കുള്ള ഫൈനൽ പോയിൻറ്റിലേക്കുള്ള ആ സ്ട്രെയിറ്റ് ലൈനാണ്. അതും ഇവിടെ 25 മീറ്ററാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഫ്രം O to C. അപ്പോൾ Oയിൽ നിന്ന് Cയിലേക്ക്, ദെൻ C to B, Cയിൽ നിന്ന് Bയിലേക്ക്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് O ആണ്, അവസാനിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് Bയിലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇത് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് വരുമ്പോൾ 0 മുതൽ 35 വരെ. സോ ഇവിടെ ഡിസ്റ്റൻസ് 35 മീറ്ററാണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റോ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് നോക്കണം, അത് O ആണ്. ഫൈനൽ പോയിൻറ്റ് നോക്കണം, അത് B ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് 35 തന്നെയാണ്. സോ അഗെയിൻ 35 മീറ്റർ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് പറയുന്നുണ്ട് ഫ്രം O to C, അതായത് ഫസ്റ്റ് ബോഡി Oയിൽ നിന്ന് Cയിലേക്ക് പോയി, പിന്നെ ദെൻ C to O, ദെൻ Cയിൽ നിന്ന് Oയിലേക്ക് തന്നെ വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് O ആണ്, അത് Cയിലേക്ക് പോയി, പിന്നെ വീണ്ടും Oയിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഫൈനൽ പൊസിഷൻ അഥവാ എൻഡിങ് പോയിൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതും ഓയിലാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത് 25 മീറ്റർ അല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും 25 മീറ്റർ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 25 + 25 50 മീറ്റർ. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് എൻഡിങ് പോയിൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നതാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണ്, ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണെങ്കിൽ പിന്നെ അവർക്കിടയിൽ ഒരു ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി 0 എപ്പോൾ? ഇഫ് ദി ഇനീഷ്യൽ പോയിൻറ്റ് ആൻഡ് ദി ഫൈനൽ പോയിൻറ്റ് ആർ സെയിം. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെ യാത്ര അവസാനിച്ചാൽ അത് തന്നെ എൻഡിങ് പോയിൻ്റ് ആയാൽ അവിടെ ഡിസ്റ്റൻസ് എത്രയും ആകാം, ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് ഫ്രം O to B, then B to C. യെസ്, സോ ഫ്രം O to B. O to B എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങോട്ടാണ്, then B to C. അപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം O to B 35 മീറ്റർ, ദെൻ B to C 35 ഇങ്ങോട്ട് 10 അല്ലേ വരാം, ഇവിടെ നിങ്ങോട്ട് 5 ആണ്, ഇവിടെ നിങ്ങോട്ട് 5 ആണ്. അപ്പോൾ ആദ്യം O to B എന്ന് പറയുമ്പോൾ 35 + 10, അപ്പോൾ എത്ര? 45 മീറ്റർ. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരിക? സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് O ആണല്ലോ, എൻഡിങ് പോയിൻ്റ് ഏതാ? B അല്ല, Cയിലേക്ക് വരുന്നുണ്ട്. സോ C ആണ് എൻഡിങ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ പറയും Oയിൽ നിന്ന് Cയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 25. ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് 25 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 35ഉം ദെൻ 10ഉം കൂടെ ആഡ് 45 കിട്ടി, ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് 25 കിട്ടി. അപ്പോൾ ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആകില്ല, അത് ഓൾവേസ് ഒരു പോസിറ്റീവ് നമ്പർ ആയിക്കാരം, അതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അത് ഡിസ്റ്റൻസിനേക്കാൾ ചെറുതായിരിക്കും, ചിലപ്പോൾ ഡിസ്റ്റൻസിന് ഈക്വൽ ആവും, ബട്ട് ചില സമയത്ത് അത് 0 ആയിട്ട് മാറുകയും ചെയ്യും.